ഇത് ചെയ്യാറില്ലേന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. സൗകര്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ജനത്തിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ കയ്യിൽ കെട്ടുംപൂട്ടും കണ്ടിട്ട് ഒരു പാർട്ടി ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഇത് പഴയ സ്വയം സേവനാണ്, അങ്ങനെ വിചാരിച്ചാൽ ഇപ്പോഴത്തെ ഫീൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് അത് ഹിറ്റാകുക എന്ന് പറയുമ്പോൾ ഒരു ത്രില്ലില്ല, ആ ഒരു ത്രില്ല്. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്തൊരു മലയാള പടമാണ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതിൻ്റെ ഒരു സുഖം കൂടെ. ഹാപ്പിയാണ് മൊത്തത്തിൽ ഹാപ്പിയോ ഹാപ്പി. ഇനി വരാനുള്ള പടങ്ങൾ കുറച്ച് കാലമായി മുഖങ്ങൾ കണ്ടിട്ട് ഇനി വരാനുള്ള പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം സെൽവരാഘവന്റെ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ്. GV പ്രകാശാണ് ഹീറോ, മ്യൂസിക് ഡയറക്ടർ. പുള്ളി തന്നെ എൻ്റെ പ്രൊഡക്ഷനൊക്കെ അവർ തന്നെ. അപ്പം അത് ഞാൻ ചെയ്തിരുന്നു. ഇപ്പം അത് തീർന്നു. വരാനുള്ളത് ആ തമിഴാണുള്ളത്. വരാനുള്ളത് മെൻ്റൽ മനതിൽ എന്ന് പറഞ്ഞിട്ടൊരു പടമാണ്. ഒരു നടൻ എന്ന രീതിയിൽ മാറ്റി നിർത്തിയൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എന്ത് തോന്നുന്നു ഇപ്പോൾ ഒരു സാധാരണ ജനത എന്നതിൽ ഇപ്പോഴത്തെ ഇലക്ഷനെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. വോട്ട് ചെയ്യാറില്ല. ചെയ്യാറില്ലേന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. സൗകര്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യുള്ളൂ. സൗകര്യം കിട്ടിയില്ല, ചെയ്തില്ല, അത്രേ ഉള്ളൂ. കാര്യം ഏതോ ഇന്ന പാർട്ടിയിൽ നിന്നൊന്നും പറയേണ്ട കാര്യമില്ല, ചെയ്തില്ല, അപ്പോൾ പിന്നെ ടെൻഷനില്ല. അല്ല, ഇപ്പോൾ ഇങ്ങനത്തെ 10 വർഷത്തെ ഭരണമൊക്കെ അങ്ങനെ നോക്കി കാണുന്ന രീതിയൊന്നുമില്ല. ഞാൻ ആ സമയം കുറേ സമയം ഞാൻ ചെന്നൈ തന്നെ ആയിരുന്നു. എനിക്ക് അവിടെ കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ അതുമായിട്ടൊക്കെ അവിടെ ആയിരുന്നു. ഇപ്പം ഇവിടെ നടക്കുന്ന പലതും ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ മാത്രമാണ് കാണുന്നത്. പിന്നെ അവിടുത്തെ ജീവിതം കുറച്ചുകൂടെ നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ചെന്നൈയിൽ ഇലക്ട്രിസിറ്റി ബില്ല് കുറവ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 100 യൂണിറ്റ് ഫ്രീ അല്ലേ, പിന്നെയുള്ള 100-ന് 2.25, അങ്ങനെ പോണേ. അപ്പോൾ അവിടെയാണ് അതൊക്കെ സുഖം, അവിടെയാണ് ജീവിക്കാൻ. കേരളത്തെ കൂടുതൽ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവ് അവിടെയാണ്. ഇവിടെ ഭയങ്കര കോസ്റ്റ് ഓഫ് ലിവിങ് അല്ല. പണ്ട് പഴയ ചെന്നൈ അല്ലല്ലോ ഇപ്പം, അത് ഒരുപാട് മാറിപ്പോയില്ലേ. പിന്നെ അവിടെ ഭരിക്കുന്നവരാണെങ്കിലും ജനത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനത്തിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പലതിനെ ശ്രമിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അത് പറയാൻ സാധിക്കില്ല. അത്ര ശ്രമിച്ച് നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കയ്യിൽ കെട്ടുംപൂട്ടും കണ്ടിട്ട് ഒരു പാർട്ടി ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഇത് പഴയ സ്വയം സേവനാണ്, അങ്ങനെ വിചാരിച്ചാൽ. ഇപ്പോൾ ചെന്നൈ അവിടുത്തെ നോക്കുമ്പോൾ ഇപ്പോൾ വിജയാണ് ഇപ്പോഴത്തെ ഒരു തരംഗമായിട്ട് നിൽക്കുന്നത്. വിജയുടെ പൊളിറ്റിക്സ് ഒക്കെ ഒരു തരംഗമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ പറയണതിൽ അർത്ഥമില്ല. പുള്ളി ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി, ചിലപ്പോൾ ഒരു അലയൻസ് ഒക്കെ ആയിട്ട് പലരുമായിട്ട് ചേർന്നിട്ട് പുള്ളി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ തോക്കാം. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയത്തിൽ. പിന്നെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ജഡ്ജ്മെൻറ്റ് കാണും. അവിടെ നമുക്ക് ജനത്തിൻ്റെ പൾസ് പറയാൻ പറ്റില്ല. എപ്പോൾ വേണോ എങ്ങനെ വേണോ അറിയും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ അറിയാറില്ല നമ്മുടെ ആൾക്കാർ. എന്നാലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഭരണം തുടരട്ടെ എന്നൊരു മൈൻഡിൽ അങ്ങനെ തോന്നലുണ്ടാവാറുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണ്. എല്ലാ പാർട്ടിക്കാരും വളരെ പരിചയമുള്ളവരും അടുപ്പമുള്ളവരുമാണ്. ആർക്ക് പറയണോ ഞാൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി.